ഹായ് ഓൾ. എല്ലാവർക്കും അത്ര സുഖമുള്ള സമയമായിരിക്കില്ല. ഒരു 10 മിനിറ്റ് സമയം എടുക്കുള്ളൂ. എനിക്ക് കുറെ വന്ന മെസ്സേജിന്റെ ബേസിസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇനി എന്ത് ചെയ്യണം ആ ഒരു ഡൗട്ട് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ എഴുതിയവരുണ്ടാവും, ഇന്റർ എഴുതിയവരുണ്ടാവും. നമ്മൾ മെയിൻലി ഇന്റർ എഴുതിയവരുടെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്, കാരണം ഞാൻ ആ ഒരു ഏരിയ ആണല്ലോ ഡീൽ ചെയ്യുന്നത് കറന്റ്. അപ്പോൾ മെയിൻലി ഇന്റർ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, വാട്ട് ടു ഡു നെക്സ്റ്റ്? ഇനി എന്ത് ചെയ്യണം സാർ? പിന്നെന്താണ് നെക്സ്റ്റ് അറ്റംപ്റ്റ്? ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതണോ, സെക്കൻഡ് ഗ്രൂപ്പ് എഴുതണോ, അതോ ബോത്ത് എഴുതണോ? പിന്നെന്താ, ബി ദ ലീഡർ ഓഫ് യുവർ ജേണി, നോട്ട് എ കോപ്പി പേസ്റ്റ് ഓഫ് അതേഴ്സ്. അത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ മെയിനിൽ എനിക്ക് കുറെ വന്നിട്ടുള്ളതാണ് എന്ത്, കുറച്ച് മോട്ടിവേഷൻ തരും. എനിക്ക് ഇതെന്താ വല്ല മാർക്കറ്റബിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെ ചോദിക്കുന്നുണ്ട് കുറെ പേര്. എല്ലാത്തിനുള്ള ഒരു വീഡിയോ ആണിത്. ഒബ്വിയസ്ലി നല്ല വിഷമം ഉണ്ടായിരിക്കും പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ. അല്ലാത്തവരുടെ കേസല്ല, പഠിച്ച് കിട്ടാത്ത ആൾക്കാരുണ്ടായിരിക്കും. ബട്ട് നമ്മൾ പഠിച്ചതുണ്ടല്ലോ നമ്മുടെ മൈൻഡിൽ നന്നായി പഠിച്ചെന്നായിരിക്കും. ബട്ട് ഒരു എക്സാം പെർസ്പെക്റ്റീവ്, CA എന്നൊരു എക്സാമിന്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഭയങ്കര കുറവായിരിക്കും. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മിനിമം സ്റ്റഡി മെറ്റീരിയൽ മൊത്തം നോക്കിയിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ പക്ക ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയാസ് നോക്കണം എന്നല്ല. ഇപ്പോൾ ഓഡിറ്റിങ്ങിലാണെങ്കിൽ കുറേ എക്സാമ്പിൾ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കണം എന്നല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലത്തെ ഇല്ലുസ്ട്രേഷൻസിൽ എല്ലാ ബാക്കിൽ തൗസൻഡ്സുകൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു മിനിമം 1 ടൈം എങ്കിലും. പിന്നെ ഒരു മിനിമം 2 ടൈംസ് എങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സാധനം. ഒരുവിധം എല്ലാതും കോൺസെപ്റ്റിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഈ മൂന്നും പറയുമ്പോൾ പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിലും ഒരുപാട് എഫേർട്ട് വേണ്ട സംഭവമാണ്. മിനിമം എക്സാമിന് ലൈക്ക് നിങ്ങളുടെ മൈൻഡിൽ എക്സാമിന് മുന്നേ പഠിപ്പ് ആ ഒരു ചിന്ത ആയിട്ടുണ്ടായിരിക്കണം. ലൈക്ക് വേറെ ഡൈവേർട്ട് ആവുന്നതായിരിക്കും. ഒബ്വിയസ്ലി ചെറിയ ചെറിയ ഡൈവേർഷനൊക്കെ വരും. ഇപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് റീല് നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ 10-20 മിനിറ്റ് പോവാ. ലൈക്ക് അങ്ങനെ അല്ലാതെ നിങ്ങൾ ഒരു ട്രിപ്പ് മൈൻഡോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോക്കുള്ള മൈൻഡോ ആ ഒരു മൈൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾ വലിയ സീരിയസ് അല്ലാത്തൊരു സിനാരിയോ ആണ്. ബട്ട് നോർമലി നമ്മൾ ഒരു ജനറൽ ആവറേജ് സ്റ്റുഡന്റ് ബേസിലായിട്ടാണ് പറയണത്. ഇതിന് വയലേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്റ്റുഡൻസ്. അവരുടെ കേസല്ല. ഇപ്പൊ ഞാനൊക്കെ എക്സാമിന് പറഞ്ഞാൽ ഞാൻ നോർമലി ഞാൻ വീടിന്റെ പുറത്ത് ഇറങ്ങാറില്ല. ലൈക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ പക്ക ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പൊ അതിനൂടെ പഠിപ്പും കൂടി ആകുമ്പോൾ ലൈക്ക് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, ഇത്ര എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഇതിനപ്പുറം എനിക്ക് പഠിക്കാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ ഞാൻ പഠിച്ചിട്ടുള്ള അറ്റംപ്റ്റിലൊക്കെ ഞാൻ പാസ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിൽ. ബട്ട് ചിലതിൽ ഞാൻ ഇത്തിരി ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. ചില അറ്റംപ്റ്റിൽ ഇത്ര മതി, ഇത് അവിടുന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, മതി, പാസ്സാവും. ആ ഒരു ഓവർ കോൺഫിഡൻസ് ഞാൻ തോറ്റിട്ടുണ്ട് ചില അറ്റംപ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ, ഫുൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മൈൻഡും ശരീരവും എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ആയിരുന്നു എന്നൊക്കെ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെയെങ്കിലും മിനിമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ജനുവരിക്ക് എഴുതുന്നത്. ഇനി നിങ്ങൾ ഒബ്വിയസ്ലി ഇതിൽ പലരും ജയിക്കുന്നു വിചാരിച്ചിട്ട് തോറ്റ ആൾക്കാരുണ്ടല്ലോ, അവർ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട സംഭവമാണ് എന്ത്, RTI പോവാ, ആൻസർ പേപ്പർ എടുക്കുക. ഞാൻ ചെയ്യുന്ന സമയത്ത് RTയുടെ ഒരു വീഡിയോ തന്നെ യൂട്യൂബിൽ മലയാളി ഏതോ ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്തോ 10 രൂപ കൊടുത്തിട്ട് എന്തോ ഞാനന്ന് മേടിച്ചത് RTI വഴി എൻ്റെ ആൻസർ പേപ്പർ ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും, ഇനി എങ്ങനെ തെറ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതാ അപ്പോൾ പാസ്സാവില്ല. ICIക്ക് വേണമെങ്കിൽ എന്നെ പാസ്സാക്കട്ടെ, അതല്ലേ ഹീറോയിസം പറഞ്ഞ എക്സാം എഴുതിയുടെ കേസല്ല പറയണത്. പഠിച്ച് എക്സാം എഴുതിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് എന്നിട്ടും എക്സാം പാസ്സാവണില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ആൾക്കാർ എന്തായാലും ആൻസർ പേപ്പർ എടുക്കണം. മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ച പോയിന്റിൽ എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല, അത് അവർ മനസ്സിലാക്കണം. നോർമലി 100% എന്തായാലും നിങ്ങളുടെ തെറ്റുകൊണ്ട് തന്നെയായിരിക്കും മാർക്ക് കിട്ടാത്തത്. കാരണം ഇതൊക്കെ 2-3 വട്ടം റൗണ്ട് ഓഫ് കറക്ഷനിലേക്ക് മാർക്ക് ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് ഒക്കെ വരാം. അപ്പോൾ എന്തായാലും അതെന്തായാലും ചെയ്യുക. ഈ നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കണോ, സെക്കൻഡ് ഗ്രൂപ്പ് നോക്കണോ, ബോത്ത് നോക്കണോ? ഇപ്പൊ ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പ് ഈ ലാസ്റ്റ് അറ്റംപ്റ്റില് ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സാർ, ഞാൻ പാസ് എന്ന് എന്തായാലും വിചാരിച്ചിരുന്നു. അവരെന്തായാലും ഫസ്റ്റ് ഗ്രൂപ്പ് ജനുവരിക്ക് എന്തായാലും എഴുതണം, അത് എഴുതും ചെയ്യും അവരെന്തായാലും. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് അതിനൊപ്പം പഠിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 80-70% ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ, ഒരു 80-90% സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ബോത്ത് എഴുതാനാണ്. അല്ലാതെ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം പഠിച്ചിട്ടുള്ളൂ, ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം പഠിച്ചു തീർന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് മാർച്ച് പഠിച്ചു തീർന്ന ആൾക്കാരാണെങ്കിൽ പോലും
ഇനി ഇനിയുള്ള 60 ഡേയ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ള ആൾക്കാരാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പും നോക്കാം. ലൈക്ക് ഒരു 1 മന്ത് കൊണ്ട് എന്താണ് ലൈക്ക് 1 മന്ത് അല്ല, അതിനുള്ളിൽ തന്നെ ക്ലാസ് തീർക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഒരു മിനിമം ഒരു 8 മണിക്കൂർ ഉറങ്ങുക എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ സമയം ഒരു വിധം പഠിക്കാൻ ഇരിക്കേണ്ടി വരും. പഠിപ്പ് തന്നെ ആയിരിക്കണം 2 മാസം. ആ ഒരു രീതിയിലാണെങ്കിലാണ് നിങ്ങൾക്ക് ഇനി ബോത്ത് ചെയ്തല് പോസിബിൾ ഉള്ളു. അപ്പോൾ ഇനി സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ ഓൾറെഡി അശ്വിൻ സാറും ഞാനും കൂടിയിട്ട് ഭയങ്കര മിനിമൽ ഫീസിൽ ഇപ്പൊ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വെറും ഓഡിറ്റിംഗ് ആൻഡ് എഫ് എം വെറും 4000, ലൈക്ക് ഓഡിറ്റിംഗ് ആൻഡ് എഫ് എം ആൻഡ് കോസ്റ്റിംഗ്. സെക്കൻഡ് ഗ്രൂപ്പ് ഫുൾ ഉണ്ട്, ലൈക്ക് ഓൺലി എസ് എം ആണ് ഫോർ ദ ടൈമിങ് കമ്പാറ്റബിൾ ഇല്ലാത്തുള്ള. വെറും 4999 റുപ്പീസിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും നമുക്കൊരു എഫക്റ്റീവ് മെന്ററിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ഡെയിലി ട്രാക്കിംഗ് ചെയ്യും. നിങ്ങൾ എഫേർട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടീച്ചിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കണവരെ. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ പാസ്സായിട്ട് കുറച്ച് കാലമെങ്കിലും ഞാൻ എംപ്ലോയ്മെന്റിലായിരുന്നു, പലർക്കും അറിയേണ്ടതായിരിക്കും. ഞാൻ ടീച്ചിങ് മാത്രം എനിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ്. പ്രാക്ടീസിങ് പോലും ഞാൻ ഇപ്പോൾ കറന്റ് ചെയ്യണില്ല. അപ്പോൾ 100% ഞാൻ ടീച്ചിങ്ങിലായതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എത്രത്തോളം വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു റൂമിൽ തന്നെയാണ്, ലൈക്ക് ഈ ടീച്ചിങ് റിലേറ്റഡ് കാര്യങ്ങളും. പിന്നെ ഒബ്വിയസ്ലി എൻ്റെതായ കുറച്ച് ഡൈവേർഷൻസുകളുണ്ട്. പ്രൊഡക്റ്റീവായിട്ടും അൺപ്രൊഡക്റ്റീവായിട്ടും മനുഷ്യനാണല്ലോ, തെറ്റ് പറ്റാത്തവർ ആരുണ്ട് പുള്ളേ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ടീച്ചിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ തരാൻ പറ്റും. അപ്പോൾ കോംബോ മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭം ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഓഡിറ്റിംഗ് ആൻഡ് എഫ് എം മാത്രം മതി, അപ്പോഴായാലും കോംബോ പ്രൈസ് എത്ര 3500 ആണ് വരുന്നുള്ളൂ. ഓഡിറ്റിംഗ് ആൻഡ് എഫ് എം നമ്മൾ എഫ് എമ്മിലുണ്ടല്ലോ ഫുൾ സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലംസ് കവർ ചെയ്യുന്നുണ്ട്. ഓഡിറ്റിംഗിൽ ചാപ്റ്റേഴ്സ് ഫുള്ള് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, ബാക്കിലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. അതും നമ്മൾ ചെയ്യും എന്തായാലും, അത് ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങും ലൈക്ക് പതിയെ. ഇപ്പൊ ഞാനൊരു മാരത്തോണിന്റെ റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, ഓഡിറ്റിംഗിന്റെ ഇപ്പം നമ്മൾ 100% പ്രോബ്ലംസ് കവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ നമ്മുടെ കോസ്റ്റിംഗ് ആയാലും നിങ്ങൾക്ക് കോസ്റ്റിംഗ് മാത്രം മതിച്ചാൽ അതും നമ്മുടെ അശ്വിൻ സാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% കോൺസെപ്റ്റൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഫുൾ സ്റ്റഡി മെറ്റീരിയൽ. നിങ്ങൾക്ക് ഏത് ഡൗട്ട്, ഞങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ട ഒരു സിനാരി എന്തായാലും വരത്തില്ല. നിങ്ങൾ എഫേർട്ട് റെഡി ആയാൽ മതി. സെക്കൻഡ് ഗ്രൂപ്പ് CA ഇന്റർ ഇനി ലാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഒരു മിനിമം 1 മന്തിനുള്ളിൽ നമ്മൾ ഈ ക്ലാസ്സുകൾ കണ്ടു തീർക്കും. എന്നിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ അത്രയും നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഡിറ്റിങ്ങിനായാലും നമുക്കൊരു സിംപ്ലിഫൈഡ് നോട്ട്സ് ഉണ്ട്. അത് നിങ്ങൾ കോമ്പോട്ട് ഇപ്പോൾ മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ₹249 വരുന്നുള്ളൂ. 499 വെറുത്തുള്ള ബുക്ക് ജസ്റ്റ് ₹249 വരുന്നുള്ളൂ. ഇതിന് ഡെമോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോക്കിയാൽ മതി. കുറെ മുന്നത്തെ വീഡിയോസ് നോക്കട്ടെ, ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഡെമോ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഡെമോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് നമ്പർ എന്താ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ കാണുന്ന നമ്പറിലോട്ടോ ഒന്ന് ജസ്റ്റ് ഡെമോ ഫോർ ക്ലാസ്സസ് അയച്ചാൽ മതി. ആ ഡെമോ കിട്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഒരു നിർബന്ധവും ഇല്ല. ലൈക്ക് സാറ്റിസ്ഫൈഡ് നിങ്ങൾ ഒബ്വിയസ്ലി അങ്ങനെ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ്സിന്റെ സംഭവങ്ങളും ജസ്റ്റ് ഗ്യാപ്പ് ഇട്ടിപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോ ഓഫർ ഉണ്ട്. 3 പേപ്പേഴ്സും സെക്കൻഡ് ഗ്രൂപ്പ് ഹോൾ കവർ ചെയ്യുന്ന SM ഒഴികെ. അതുപോലെ തന്നെ ഇനി ഓഡിറ്റിംഗ് FM മാത്രമാണെങ്കിൽ അതിനും കോംബോ ഉണ്ട്. ലൈക്ക് ഇനിയിപ്പോൾ ഓഡിറ്റിംഗ് FM ഇൻഡിവിജ്വൽ അടിക്കുകയാണെങ്കിൽ അങ്ങനെയും മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റിംഗ് ഇൻഡിവിജ്വൽ മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. ജസ്റ്റ് 1799 ഉള്ളൂ. ഓക്കെ, അതും നമുക്ക് അൺലിമിറ്റഡ് വ്യൂസ് ആണ്. അതാണ് ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി. നിങ്ങൾക്ക് മനസ്സിലാവണ വരെ വായിക്കാം അല്ലെങ്കിൽ പഠിക്കാം. അൺലിമിറ്റഡ് വ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് ഏതാണോ സെക്കൻഡ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഫുള്ള് പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബോത്ത് എഴുതണമായിരിക്കും ജനുവരിക്ക് നല്ലത്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ 100% എന്താണ് ലൈക്ക് നമുക്കുണ്ടല്ലോ കുറച്ചൊക്കെ നമ്മുടെ ജേണിയിൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് എടുക്കാനുള്ള ധൈര്യം വേണം. ലൈക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ഫർദർ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ CA ഫൈനൽ സെക്കൻഡ് ഗ്രൂപ്പ് സമയത്ത് 2 പേപ്പർ എക്സംഷന് വേണ്ടി മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. എക്സംഷന് വേണ്ടി മാത്രം 2 പേപ്പർ. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത വലിയൊരു ലൈക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ എടുത്ത വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. കാരണം 2 പേപ്പർ എക്സംഷന് വേണ്ടിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ ലൈക്ക് അതിന് വേണ്ടി ഞാൻ നോർമലി ഉണ്ടല്ലോ സെക്കൻഡ് ഗ്രൂപ്പ് മൊത്തം ക്ലാസ്സുകൾ കണ്ടു തുടങ്ങി. ബട്ട് എക്സാമിന് ഒരു മാസം 1.5 മാസം മുന്നേ എനിക്ക് മനസ്സിലായി 4 കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എന്താണ് എൻ്റെ
പഠിച്ചു തീരത്തില്ല. അപ്പൊ 2 മാത്രം പഠിക്കാം. അത് ഭയങ്കര റിസ്കി ഫാക്ടറാണ്. ഓരോ നിമിഷം ഇങ്ങനെ നെഞ്ചടിക്കണ പോലെയാണ്. കാരണം ഈ 2 പഠിച്ച് നല്ല എഫേർട്ട് ഇട്ട് പഠിച്ച് ലൈക്ക് നമ്മൾ 100 മാർക്കിന് പഠിച്ചാലാണ് അറ്റ്ലീസ്റ്റ് 70, 80 അല്ലെങ്കിൽ സോറി ഒരു എക്സംഷനെങ്കിലും മിനിമം കിട്ടത്തുള്ളൂ. അപ്പൊ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുമ്പോൾ ഓരോ നിമിഷം ഞാൻ എന്നോട് തന്നെ ചോദിക്കും, അത് കാര്യം ഉണ്ടാവും, എങ്ങാനും കിട്ടിയില്ലെങ്കിലോ 2 പേപ്പറിന് മാത്രം എഴുതിയിട്ട് എങ്ങാനും കിട്ടിയില്ലെങ്കിലോ ആ അറ്റംപ്റ്റേ വേസ്റ്റ്. അന്ന് 6 മാസമാണ് സമയം ഓരോ അറ്റംപ്റ്റിനാണെങ്കിലും. അപ്പോൾ ഓരോ അറ്റംപ്റ്റ് 2 അറ്റംപ്റ്റ് പോകാന്ന് പറഞ്ഞ ഒരു കൊല്ലാണ്ട് പോണത്. അത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ ബട്ട് ഞാൻ ആ റിസ്ക് എടുത്തു. ഞാൻ എന്നെ തന്നെ ബിലീവ് ചെയ്തു. ലൈക്ക് പറ്റും. ലൈക്ക് അപ്പൊ ഞാൻ പറ്റും എന്ന് പറയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ പറ്റില്ല എന്നും പറയുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യനാണ്. ഫ്യൂച്ചർ 100% സർട്ടൈൻ അല്ല നമുക്ക്. അപ്പൊ പറ്റുംന്ന് ഞാൻ ഒരു സൈഡിൽ പറയണെങ്കിൽ മറ്റേ സൈഡിൽ അതാ പറ്റുമോ? അപ്പൊ വീണ്ടും പറ്റുംന്ന് പറയണെങ്കിൽ മറ്റേ സൈഡിൽ പറ്റുമോ? ബട്ട് എന്നാലും ഞാൻ എന്റെ കൺട്രോളബിൾ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്റെ ഹാർഡ് വർക്ക്, എന്റെ എഫേർട്ട്, എന്റെ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. അത് എനിക്ക് 100% ലൈക്ക് ഒബ്വിയസ്ലി നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കുറച്ച് ഡീവിയേഷൻസ്, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. എനിക്കുണ്ട് അതുപോലെ കുറച്ച് വേണ്ടാത്ത കുറച്ച് സ്വഭാവങ്ങൾ. അപ്പൊ അതിലൊക്കെ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ട്. ബട്ട് എന്നാലും ഞാൻ അതൊക്കെ മിനിമൈസ് ചെയ്യാൻ നോക്കിയിട്ട് 100% എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് 2 പേപ്പറിൽ എക്സംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐഡിയറ്റിയും ഓപ്പൺ ബുക്ക് ചെയ്തൊരു പേപ്പറായിരുന്നു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് അറ്റംപ്റ്റ് 2 പേപ്പർ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സുഖമായി. ഞാൻ അത് ആരോടും അഭിപ്രായം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാനത് റിസ്ക് എടുത്തു. ആ റിസ്ക് എടുത്തുകൊണ്ട് എനിക്ക് 2ാമത്തെ അറ്റംപ്റ്റിന് എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവുന്നുള്ളത്. കാരണം 2 പേപ്പർ പഠിക്കാനുള്ളൂ. ഞാൻ പാസ്സാവുകയും ചെയ്തു. ഡിടിയും എസ്സിഎംപിയോ അങ്ങനെ എന്തോ ഒരു പേപ്പർ. അതൊക്കെ ഒരു കാലിന്റെ പൊന്നേ ഓർമ്മിപ്പിക്കല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചൊക്കെ നിങ്ങള് ധൈര്യവാനാവണം നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അത് തെറ്റും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റിക്കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും ലേണിംഗ് ആണ്. ഞാൻ എപ്പോഴും ഫെയിലിയർ നിങ്ങളത് ഇങ്ങനെ എപ്പോഴും ചെന്ന് തോക്കടാ നിങ്ങൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിഷമിക്കണം. ബട്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ ഇനി സക്സസ് ആകുമ്പോൾ കൺസിസ്റ്റന്റ് സക്സസ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ത് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരു വട്ടം പോലും ഫെയിലിയർ അനുഭവിച്ചിട്ടില്ലെങ്കിൽ സക്സസ് ആവും. ബട്ട് അതൊരു കൺസിസ്റ്റൻസിക്കുള്ള ചാൻസ് കുറവായിരിക്കും. നിങ്ങൾ എത്രത്തോളം ഫെയിലിയർ അനുഭവിക്കും അത്രത്തോളം കൺസിസ്റ്റന്റ് സക്സസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. കാരണം നിങ്ങളുടെ മൈൻഡ് ഉറച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് പ്രശ്നം വരുമ്പോഴും അതിൽ തളരാതെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും നിങ്ങൾ തോറ്റിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഉറച്ച മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സക്സസ് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ചു കാലം കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബി ദ ലീഡർ ഓഫ് യുവർ ജേർണി, നോട്ട് എ കോപ്പി പേസ്റ്റ് ഓഫ് വാട്ട് അതേഴ്സ് ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതിയാൽ മതി പറയണമെങ്കിലും നിങ്ങളത് 100% ബിലീവ് ചെയ്യേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടോ? സാർ അത് പറഞ്ഞാലും സാറിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. ഞാൻ 100% ഇരുന്ന് പഠിക്കും, ഡെഡിക്കേറ്റഡ് ആയിരുന്നു പഠിക്കും. സാർ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാൻ പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുള്ളൂ. എഴുതണം, അങ്ങനെ നിങ്ങൾ റിസ്ക് എടുക്കണം. നിങ്ങൾ അങ്ങനെ അതിൽ നിങ്ങൾ തെറ്റിയാലും നിങ്ങൾ അഭിമാനമാവണം. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ഡിസിഷനാണ് ഫോളോ ചെയ്തത്. നിങ്ങളുടെ ഡിസിഷനെ വേറെ ആളുടെ അഭിപ്രായം നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പൊ അതൊരു പവർഫുൾ പേഴ്സന്റെ ലക്ഷണാണത്. നമുക്ക് സ്വയം ഡിസിഷൻ, അത് ഞാൻ തെറ്റിയാലും ഞാനത് ചെയ്തോണ്ട്, തെറ്റിയാൽ ഞാനത് സഹിച്ചോണ്ട്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് പറഞ്ഞ ഒരു വാരിയർ മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നോർമലി ഒരു ആവറേജ് സ്റ്റുഡന്റ് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് നന്നായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എഴുതാം. ഫസ്റ്റ് ഗ്രൂപ്പ് ലൈക്ക് തട്ടി കൂട്ടിയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റിന് പഠിച്ചത്. സെക്കൻഡ് ഗ്രൂപ്പ് തട്ടി കൂട്ടിയിട്ടാണ് കഴിഞ്ഞ അറ്റംപ്റ്റിന് പഠിച്ചത്. ഒരു 50% ഒക്കെ പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റിന് സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം നോക്കലായിരിക്കും നല്ലത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് 100% കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നെക്സ്റ്റ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് പഠിക്കാൻ നോക്കേണ്ടത്. അതും നല്ല എഫേർട്ട് ഇടണം ഈ 2 മാസത്തിന്. ഓക്കെ, മിനിമം കുറച്ച് നോളജ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ബി ദ ലീഡർ ഓഫ് യുവർ ജേർണി. പിന്നെ ഈ മോട്ടിവേഷൻ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഫെയിലിയറിന് ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തോൽവികളാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അത് ജസ്റ്റ് എക്സാം പെർസ്പെക്റ്റീവ് മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് എത്രത്തോളം കിട്ടാൻ വൈകുന്നു അതൊക്കെ എന്റെ ഒരു മോട്ടിവേഷനാണ്. അത് ഞാൻ ഒരിക്കലും മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി വേണം വെച്ച് തോക്കുന്നതല്ല. അത് എന്റെ കൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉള്ള സാധനം ഞാൻ ചെയ്തു. ബട്ട് എന്നാലും നമ്മളെ തളർത്തുന്ന കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ എന്താ ദൈവമേ എന്നെ മാത്രം ഇങ്ങനെ. ബട്ട് ശരിക്കും നമ്മൾ ഒബ്വിയസ്ലി പണിയെടുക്കണ്ടായിരിക്കും. പക്ഷെ നമ്മളെക്കാളും നമുക്ക് പണിയെടുക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്കിലും ഉണ്ട്. നമുക്ക് സി എക്ക് ചേർന്നോണ്ടാണ് അറ്റ്ലീസ്റ്റ് പണിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് സി എക്ക് ചേരാൻ പോലും പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ബട്ട് നമ്മളെപ്പോഴും മേപ്പോട്ട് നോക്കിയിട്ടാണ് വിഷമിക്കത്തുള്ളൂ. ബട്ട് നമ്മൾ താഴത്തോട്ട് നോക്കിയിട്ട് ഇത്തിരി കൂടി ഗ്രേറ്റ്ഫുൾ ആവാൻ നോക്കുക. സോ ഭയങ്കര നന്ദി പറയാനല്ല, ബട്ട് നമ്മുടെ സമാധാനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ആളല്ല എന്നൊരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ താഴോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഗ്രേറ്റ്ഫുൾ ആവാൻ നോക്കുക. നമുക്ക് ഒബ്വിയസ്ലി എനിക്കറിയാം ഇപ്പൊ പല വട്ടം എഴുതി തോറ്റിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പലരുടെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടായിരിക്കും. സ്വയം ഒരു മടുപ്പ് ഉണ്ടാവുമായിരിക്കും. അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാതെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളവരുണ്ടായിരിക്കും. അതൊക്കെ ഉള്ളത് തന്നെയാണ്. അതൊക്കെ വേദന തന്നെയാണ്. ബട്ട് ഈ വേദന 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറക്കരുത്. ഇതിങ്ങനെ നീറി പുകക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് കേൾപ്പിച്ചാൽ, ഞാൻ CA പാസ്സായതിനു ശേഷം എന്റെ സ്ഥലത്ത് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിന് ശേഷം ഞാൻ ആരെ പറഞ്ഞൊന്നും പറയണില്ല.
ലൈക്ക് ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഒരു ബന്ധു ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ വർക്ക് മാത്രം നോക്കിയിട്ട് ഒരാളെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയാനോ അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാറില്ല. കാരണം എനിക്ക് എന്റെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിന് എനിക്ക് തന്നെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. അത് തന്നെ എനിക്ക് നേരാവണ്ണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരാളുടെ കേസിൽ ഇടപെടാനോ ഒരു ഏഷണി പറയാനോ ഒരു ഗോസിപ്പ് പറയാനോ ഒരു അസൂയ വെക്കാനോ ഒന്നിനും ഞാൻ നിൽക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുക അതവൻ പണിയെടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ അതിന്റെ തലവരുണ്ടായിരിക്കും, അതുകൊണ്ട് എനിക്ക് കിട്ടിയത്. എനിക്ക് അതിന് തലവരില്ല, അപ്പൊ ഞാൻ പണിയെടുക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. എന്നിട്ടും എനിക്കെതിരെ വന്നവരിലേക്ക് അതിപ്പോ ഫ്രണ്ട്സിന്നാവാം റിലേറ്റീവ്സിനാവാം, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. ആ ഉം. ഇതൊക്കെ ഞാൻ എന്തിനാ എടുത്തു വെക്കണ വെച്ചാൽ ഇതൊക്കെയാണ് എന്റെ മോട്ടിവേഷന്. ഞാൻ എന്റെ മൈൻഡ് സെറ്റ് പറഞ്ഞാൽ ഞാൻ തളരത്തില്ല. അത് എത്ര ലോകത്ത് ആര് വന്ന് ഒബ്വിയസ്ലി ദൈവം വന്ന് തോക്കാൻ പറഞ്ഞാല് അങ്ങനെയല്ല. ബട്ട് എന്റെ കൺട്രോളബിൾ ഫാക്ടേഴ്സ് വെച്ചിട്ട് എന്റെ ജയവും തോൽവി തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ മൈൻഡ് സെറ്റ് ആണ്. അത് 100% അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നല്ല. ബട്ട് ഞാൻ പണിയെടുക്കും. അതിപ്പോ 24 ദിവസം വീട്ടിലിരുന്നിട്ടായാലും ഞാൻ ഇപ്പൊ 24 ദിവസം വീട്ടിൽ തന്നെയാണ്. ഒരുവിധം എന്നല്ല ഫുൾ വീട്ടിൽ തന്നെയാണ്. രാവിലെ വല്ലപ്പോഴും ഉപ്പാക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റാതാകുമ്പോൾ ഉമ്മേന്റെ അടുത്ത് സാധനങ്ങൾ മേടിക്കാൻ പറയും. പിന്നെ വല്ല ബുക്സ് പാർസൽ ചെയ്യണമെങ്കിൽ അപ്പം മാത്രം പുറത്ത് പോകാറുള്ളൂ. അത് ഒബ്വിയസ്ലി ഒരു ടയേർഡ് ജേർണിയാണ്. ഈവൻ ഇഫ് ഞാൻ CA പാസ്സായതിനു ശേഷമുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മണി മാത്രല്ല എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പൈസ വേണം. ബട്ട് അതെനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഇപ്പൊ എനിക്ക് ഒബ്വിയസ്ലി ഒരു സ്റ്റേബിൾ ജോബ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിനെനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. മാസം മാസം ശമ്പളം കിട്ടുന്നുണ്ട്. ശനി ഞായർ ലീവ് ഉണ്ട്. ബട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ലൈഫ്. നമ്മൾ ആർക്കും വേണ്ടി ജീവിക്കണ പോലെ എനിക്ക് തോന്നി. അത് എല്ലാവർക്കും അങ്ങനെ അല്ലാട്ടോ. എന്റെ ഗോള് അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ ഡിഫറെന്റ് ആണ്. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ കാണുന്നവർക്ക് അറിയാം. പൊതുവേ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നും ആരും ചെയ്യാറില്ല. അത് ചെയ്യണം നിർബന്ധമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സബ്ജക്റ്റീവ് മാറ്റർ ആണ്. അപ്പൊ അപ്പൊ അതിനുവേണ്ടി ജോബിൽ നിന്ന് ഇറങ്ങാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര വലിയ റിസ്ക് ആണ് എടുത്തിട്ടുള്ളത്. അതും ഒരു 25 ഏജിലൊക്കെ ഇറങ്ങുക, എന്നിട്ട് പുതിയൊരു ഏരിയ ട്രൈ ഔട്ട് ചെയ്യുക. ഇതുവരെ ഞാൻ ടീച്ചിങ്ങിൽ ഈ ഇറങ്ങിയ ശേഷമാണ് ടീച്ചിങ്ങിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ക്രിറ്റിസിസം, നല്ലൊരു ജോലി ഉണ്ടായിട്ട് ഇറങ്ങണോ, നീ ടീച്ചിങ്ങിൽ പുതിയതാണ്, അല്ലെങ്കിൽ നീ പഠിച്ച് പാസ്സായിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു, ഇനിയിപ്പോ ആദ്യം തൊട്ട് പഠിക്കണം. അപ്പൊ ഒരുപാട് ഡിമോട്ടിവേഷൻ കേൾക്കുമ്പോഴും ഞാൻ പറയാ ഞാൻ എന്നോട് തന്നെ പറയാ, സംഭവം ശരി തന്നെയാണ്, എനിക്ക് പേടിയൊക്കെ ഉണ്ട്, ബട്ട് നിന്നെ കൊണ്ട് പറ്റും. അത് പറ്റുമെന്ന് 100% ഉറപ്പില്ല. ബട്ട് എന്നാലും നമ്മളോട് തന്നെ പറയാം പറ്റും പറ്റും. അപ്പൊ വേദന ഉണ്ട്, പെയിൻ ഉണ്ട്. ബട്ട് 5 ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ ഫോർ 50 ഇയേഴ്സ് ഓഫ് ഫ്രീഡം, അതാണ് എന്റെ ഇപ്പോഴത്തെ ഗോൾ. പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നല്ല സ്ട്രഗ്ലിംഗ് ആണ്, നല്ല ഡിമോട്ടിവേറ്റഡ് ആണ്. കാരണം കൂടെ ജോബിലുള്ളവരൊക്കെ ഇപ്പൊ മാനേജറായി, സീനിയർ മാനേജറായി, അവരൊക്കെ ഏർണിങ്സ് ഉണ്ടാക്കണു. വാട്ട് ഇഫ് എനിക്ക് ടീച്ചിങ്ങിൽ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റിയില്ലെങ്കിലോ? എല്ലാം വേസ്റ്റ് ആയി. ബട്ട് ഞാൻ അതൊരു സിനാരിയോ ഉണ്ടെങ്കിൽ ഞാൻ ആ സിനാരിയോക്ക് വരുത്തത്തില്ല. അപ്പൊ എന്താണ്, ഞാൻ അത് അച്ചീവ് ചെയ്യും. ഞാനതിന് വർക്ക് ചെയ്യും, ഞാനതിന് അച്ചീവ് ചെയ്യും. അത് അതെന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എനിക്ക് സക്സസ് ആവണം എന്നുള്ളത്. എന്നെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ നീ ഇതിൽ പറ്റിയതല്ല എന്ന് പറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ എന്തൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടോ, എന്നെ ഏതൊക്കെ സിനാരിയോയിൽ എന്റെ ലിങ്ക് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ട് അവർ ഡിസ്കസ് ചെയ്യണ കളിയാക്കണ രീതിയിൽ പറഞ്ഞ് അവരോടൊക്കെ എനിക്ക് മറുപടി പറയണമെങ്കിൽ ഡയലോഗ് അടിയണേക്കാളും കൂടുതൽ പവർ എന്റെ സക്സസ് ആണ് അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോഴാണ്. അതെനിക്ക് ചെയ്യണം. അതാണ് എന്റെ ജീവിതത്തിന്റെ പർപ്പസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈവൺ ഇഫ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റൂമിൽ 24/7 വർക്ക് ചെയ്യണമെങ്കിലും ടയർഡ് ആണെങ്കിൽ പോലും എന്റെ ആ ലക്ഷ്യം, അതാണ് എന്നെ ഇങ്ങനെ ഓരോ സെക്കൻഡും ഇങ്ങനെ നിർത്തലടാ നിർത്തലടാ നിർത്തലടാ, നിർത്തണം എന്ന് തോന്നണ പോലെ സമയത്ത് പോലും നിർത്താൻ സമ്മതിക്കാത്തത്. ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. പഠിച്ച് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് വെച്ചാൽ അത് ആർക്കും ചെയ്യാം. ഏത് പൊട്ടനും അണ്ടനും അടങ്ങോടനും ഒക്കെ ചെയ്യാം. അത്ര വലിയ ഇതൊന്നല്ല, കാര്യമൊന്നുമല്ല. പിന്നെ ഇവന് ചീഫ് ഗസ്റ്റ് ഒന്നല്ലല്ലോ, മറ്റേ ചീഫ് ഗസ്റ്റ് വേറെ ഉണ്ട്. അതിന്റെ പിന്നാലെ ചെലവ് കുറഞ്ഞ ആരെങ്കിലും ഒന്ന് രണ്ടെണ്ണം വേണം. അത്രയാണ് ഇപ്പൊ അവരും വിചാരിച്ചിട്ടുള്ളൂ. അതിനിപ്പോ ഇവനെ വിളിച്ചു ഇനിയിപ്പോ ഇത്രമാത്രം അഹങ്കരിക്കേണ്ട ഒരു ഇതുമില്ല. കാരണം മോട്ടിവേഷൻ സ്പീക്കറിനോ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിക്ക് വേണ്ട ഒരു ക്വാളിറ്റി പോലും മണിമോനിക്കില്ല. ഓനെന്താ കുറെ ഉറക്കൊളിച്ചിരുന്നിട്ട് തത്തമ്മയെ പൂച്ചാന്ന് മറ്റേ ഇതാക്കണ പോലെ ഇരുന്നിട്ട് ഇതാക്കി പഠിച്ച് അതിനിപ്പോ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ എന്താണ് ആർക്കും ആവാം. അത് ഇത്ര വലിയ അഹങ്കരിക്കാനുള്ള ഇതൊന്നുമല്ല, ക്വാളിറ്റി ഒന്നല്ല. ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുഞ്ഞുമ്മ അവരുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു തേങ്ങില്ല. ഞേയിച്ചിട്ടുള്ള പെണ്ണുങ്ങളെ പോലത്തുള്ള ഇതും സംസാരവും പിന്നെന്താ കുറെ കുരുട്ടും പോരുണ്ട്. അല്ലാതെ എന്ത് ക്വാളിറ്റി ഉണ്ട് അവർക്കൊക്കെ? അപ്പൊ ഇത് ആരാന്ന് ഞാൻ പറഞ്ഞില്ല, ഇത്തരം ഒരു ടൈപ്പ് ആൾക്കാരൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ബട്ട് ഇതിന്റെ ഒരു പ്രശ്നം ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ 7 അയലത്ത് പോലും എത്താത്ത ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ചെയ്യാനില്ല. അപ്പൊ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഹോബി അല്ലെങ്കിൽ അവരുടെ വെച്ചാൽ ബാക്കിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പറയാന്നുള്ളതാ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യണില്ല നേരം പോലെ. അപ്പൊ എനിക്ക് വേറെ ആളുടെ ജീവിതത്തിൽ നോക്കാൻ സമയമില്ല. അല്ലെങ്കിൽ അത്രയും എന്നെ വേണ്ടപ്പെട്ട ഒരാള് അല്ലാത്തൊരു സിനാരിയോയിൽ എനിക്ക് നോക്കാൻ സമയമില്ല വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടത് ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യാൻ എനിക്ക് തന്നെ പറ്റണില്ല. അപ്പൊ ഞാൻ ഫുൾ ബിസിയാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും എന്റെ തന്നെ വൃത്തികെട്ട ലൈക്ക് എന്തെങ്കിലും നെഗറ്റീവ് സ്വഭാവം കൊണ്ട്. അല്ലെങ്കിൽ വേറൊരാളുടെ ഇതിലേക്ക് എനിക്ക് ഇടപെടാൻ സമയമില്ല. അപ്പൊ ഒരു പണിയില്ലാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജീവിത ലക്ഷ്യമൊന്നും ഇല്ലാത്ത വെറുതെ എന്തിന് ജീവിക്കണു ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കണവര് ജീവിക്കേണ്ട ആ ഒരു സംഭവത്തിൽ ജീവിക്കണ ആൾക്കാർക്കൊക്കെയാണ് ബാക്കിയുള്ള ജീവിതത്തിൽ നോക്കാൻ സമയം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നോർമലി നമ്മുടെ മേലുള്ള ഒരാള് ഒരിക്കലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യില്ല. കാരണം അയാള് മേപ്പോട്ട് നോക്കിയിട്ട് വർക്ക് ചെയ്യായിരിക്കും. അല്ലാതെ താഴോട്ട് നോക്കി വർക്ക് ചെയ്യത്തില്ല. ഏഹ് നമ്മുടെ താഴെയുള്ള ആൾക്കാരായിരിക്കും എന്തുകൊണ്ടും മേപ്പോട്ട് നോക്കിയിട്ട് നമ്മൾ അവരുടെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കാരണം ഒന്നാമത് അവർക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അവർക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും മരിക്കണവരെന്തെങ്കിലും ചെയ്യണ്ടേ? അതിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ സംഭവം അവരൊരു തേങ്ങ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഹാർഡ് വർക്കിന്റെ ഒരു എഫേർട്ട് എന്താ ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടിന് വാല്യൂ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവര് പണിയെടുത്ത് ജീവിതത്തിൽ പണിയെടുത്തിട്ടില്ല. അവരിങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ കുറ്റം കുറവും ഏഷണിയും പരദൂഷണവും ഒക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുകയായിരിക്കും. പിന്നെ ഒന്നാമത് ഇവർ നിങ്ങളെക്കാൾ എന്തുകൊണ്ട് താഴെ തന്നെയായിരിക്കും. കാരണം ഒരു ഒരു ആസ്പെക്റ്റിലും ഇപ്പൊ ഈ പറഞ്ഞ ആള് എന്റെ ഒരു ആസ്പെക്റ്റിലും ഏത് ആസ്പെക്റ്റിൽ എടുത്ത് നോക്കിക്കോ. അപ്പൊ സ്ത്രീയും പുരുഷനും ഈക്വലി കാണേണ്ട ഒരു കാലല്ലേ. അൺലൈക്ക് ഫിസിക്കൽ ഇതിലല്ലാതെ ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും എന്റെ താഴെ തന്നെ വരത്തുള്ളൂ. അപ്പൊ അത്തരം ആളാണ് എന്നെ വിലയിരുത്താൻ നിൽക്കുന്നത്. ഞാൻ ആളെ കാണാനോ അല്ലെങ്കിൽ പറയാനൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മുടെ വേസ്റ്റ് ഓഫ് എനർജി ആണ്. പക്ഷെ ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോട്ടിവേറ്റർ ആകുമ്പോൾ ഞാൻ ഇരുന്ന് കേൾക്കും. അപ്പൊ അങ്ങോട്ട് ഒരു ഫയർ ആവും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് പല സംഭവങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് താങ്ക്ഫുൾ ആവാം. കാരണം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ പില്ലാണിത്. ഞാൻ വേറെ ആളുടെ അടുത്തും മോട്ടിവേഷൻ ഇല്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഓരോ വോയിസുകളുണ്ട്. ഇതിന്റെ ഒരു 3, 4, 5 വെർഷൻസുകളുണ്ട്. ബട്ട് ഇത് മാത്രമേ ഞാൻ കേൾപ്പിച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മളെ തളർത്താനല്ല, നമ്മളെ വളർത്താനാണ് കാരണമാക്കേണ്ടത്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളൊരു വളം പോലെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ ചാണകം ഒക്കെ ട്രീറ്റ് ചെയ്യില്ലേ നമ്മുടെ ചെടികൾ വളരാൻ വേണ്ടി. നമ്മൾ ചെടിയാണ്. ഇതുപോലത്തെ ക്രിട്ടിസൈസേഴ്സ് ഒക്കെ ചാണകങ്ങളാണ്. നമ്മുടെ കീഴിൽ അതിനിടുക. ആ ചാണകവും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വളരുക. അവരിങ്ങനെ മണ്ണിന്റെ അടിയിൽ തന്നെ പൊക്കോളും. ഓക്കെ. അപ്പോ ആരെയും പറ്റി തല പുണ്ണാക്കണ്ട നിങ്ങള്. നിങ്ങളുടെ റോക്കി ബായ് പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ ശക്തരായിട്ട് ആരുമില്ല. ഓക്കെ. നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാളുള്ളൂ. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളുടെ മൈൻഡാണ്. ആ മൈൻഡ് സെറ്റിന് ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനല്ല നിങ്ങളെ ജയിപ്പിക്കാനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. വെയിലാണോ മഞ്ഞാണോ വെയ്യാതെ ഇല്ലേ വിഷമാണോ സങ്കടമാണോ ഒന്നും നോക്കരുത്. പണിയെടുക്കുക. അത് എഫക്റ്റീവായിട്ട് രീതിയിൽ സ്മാർട്ട് വർക്കുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ്. അത് നമ്മൾ ഇനീഷ്യൽ ലോഞ്ച് ഓഫർ ആയതുകൊണ്ടാണ് ഇത്രയും ലോ കോസ്റ്റിൽ കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റി നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. നമുക്കൊരു സ്ട്രോങ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവരെയും ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതായിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ട്രാക്കിംഗ് എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റുഡൻസിനെ എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഒരു 25 സംതിങ് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു 10 സ്റ്റുഡൻസിനാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ കിട്ടത്തുള്ളൂ. ഓക്കെ. നമ്മൾ 25 സ്റ്റുഡൻസിനാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ 15 സ്റ്റുഡൻസ് മേടിച്ചുകൊണ്ട് 10 സ്റ്റുഡൻസിനാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ ലൈക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് പ്രകാരം കോമ്പോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഡെമോ നമ്മൾ ചോദിക്കുക. ആ നമ്പറിൽ ജസ്റ്റ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി. ഇപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും എന്താ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് അതിലുണ്ടായിരിക്കും. ഫ്രണ്ട്സിനോട് ചോദിച്ചാലും മതി. അല്ലെങ്കിൽ ഈ നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചാൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ നമ്മൾ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഇടും. ഓക്കെ. ഈ എമൗണ്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിന് ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് വെർത്തല്ല, മെന്ററിങ് എഫക്റ്റീവ് അല്ല, സാർമാർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ക്ലാസ് പൈസ മേടിക്കാൻ മാത്രം ഉപകാരം ഉണ്ടായുള്ളൂ, ആ ഒരു തോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ജെന്യുവിൻ ആയിട്ട് ഒരു കാരണം പറഞ്ഞാൽ മതി. ഞാൻ ആം എ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി. എനിക്ക് ഒരുത്തന്റെയും 5 പൈസ വെറുതെ കിട്ടിയാലും ഞാൻ എടുക്കത്തില്ല. എനിക്ക് എന്താണ് ഒബ്വിയസ്ലി ആർക്കും ഇല്ലാത്ത പൈസയൊക്കെയാണ്, ആരും ഉപകാരമില്ലാത്ത പൈസയൊക്കെ ഞാൻ എടുക്കും. അല്ലാതെ ഒരാളെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ വെറുതെ ട്രിക്ക് ചെയ്തിട്ട് ആ ഒരു പൈസ എനിക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി പോലും ഞാൻ എടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രൊവൈഡഡ് ഒരു ജെന്യുവിൻ റീസൺ ഉണ്ട് ഞങ്ങളുടെ ക്ലാസ് വെറുതെല്ലാം പറയുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫീസ് തിരിച്ചു തരും. ഒരു പെന്നി പോലും കുറയാതെ നിങ്ങൾ തന്നത് കംപ്ലീറ്റ്ലി തിരിച്ചു തരും. പ്രൊവൈഡ് നിങ്ങൾ എഫേർട്ട് ഇടണം കേട്ടോ. നമ്മൾ മാജീഷ്യനൊന്നും അല്ല. നിങ്ങൾ എഫേർട്ട് ഇടാതെ പാസ്സാക്കി തരാൻ നിങ്ങൾ എഫേർട്ട് ഇടണം. ഓക്കെ. നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിക്കും ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ റിപ്ലൈ ഉണ്ടായിരിക്കും. നിങ്ങളെ നന്നായിട്ട് നമ്മൾ നോക്കും. ലൈക്ക് ദാറ്റ് ഞങ്ങളുടെ എഫേർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അശ്വിൻ ഇടാത്ത വർക്ക് കൊണ്ട് നിങ്ങൾ പാസ്സാവാതിരിക്കത്തില്ല. ആ ഒരു രീതിയിൽ ഞങ്ങൾ എന്തായാലും വർക്ക് ചെയ്യുന്നു. നിങ്ങളോട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ സക്സസ് കോൺട്രിബ്യൂഷൻ ലൈക്ക് ഈ കോൺട്രിബ്യൂഷൻ ഈക്വൽ ആവുകയാണെങ്കിൽ ആ സക്സസിന് ഭയങ്കര വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ പവർ ആവാ. ലൈക്ക് തളരാൻ തോന്നും, പക്ഷെ തളരരുത്. മുന്നോട്ട് പോരുക. അറ്റ് ദ എൻഡ്
യുവർ സക്സസ് ഈസ് ഓൺലി യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ബൈ.